ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിൻ സീക്രട്ട് ആയിട്ട് കമ്പനിയിൽ താമസിക്കുന്ന കാര്യം നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോയുടെ മുമ്പിൽ പാവത്തെ പോലെ നിൽക്കുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്നെ ഇറക്കി വിട്ടത് കൊണ്ട് പോകാൻ എനിക്ക് വേറെ പ്ലേസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത്. നിങ്ങൾ എന്താ ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുന്നേ? എന്താന്ന് ചോദിച്ചാല് ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് ഹീറോ അവളെ വഴക്ക് പറയും. ബോസ്, ഒരു 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ, വീട് കിട്ടുന്ന വരെയാണെന്ന് പറഞ്ഞാല് ശരി ശരി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ ശരി, ഇങ്ങനെ ഒരു പ്ലേസിൽ കിടന്ന് നിന്നെ കൊണ്ട് എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നതെന്ന് ചോദിച്ചാല് കണ്ണടച്ചാല് ഞാൻ ഉറങ്ങിപ്പോകും. ഞാൻ പെട്ടെന്ന് ഏത് പ്ലേസ് ആണെങ്കിലും ഈസി ആയിട്ട് അഡോപ്റ്റ് ആക്കും. സോ കണ്ണടച്ചാല് എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞതും ശരി ശരി നീ ഇപ്പൊ പോ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുവാണ്. അവളും ബോസെ, നിങ്ങൾ ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യല്, റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ടേ പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ അതിലേറെ ഷോക്ക്. കണ്ണടച്ചാൽ ഉറങ്ങിപ്പോകുമെന്നോ? ഇവൾ ഏത് തരം ജീവിയാണെന്ന് അവൻ ചിന്തിക്കുവാണ്. നെക്സ്റ്റ് നമ്മുടെ ഹീറോയിനും പാവം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കോഫിയൊക്കെ ഇട്ടുകൊണ്ട് ചെന്നാല് ഞാൻ നിന്നോട് ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് അവൻ ചോദിക്കും. സാരമില്ല, നിങ്ങൾക്കും ഫ്രഷ് ഫീല് കിട്ടും, കുടിക്കെന്ന് പറഞ്ഞാല് യുയു നീ ഒരു ലോയർ ആണ്, സർവന്റ് അല്ല. എന്തിനാ പറയാത്ത പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ലോയർ ആണെങ്കിൽ ആ ജോലി മാത്രം ചെയ്യണം, അല്ലാതെ ഈ സെർവന്റ് ജോലികളൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഉടനെ അവള് കൊണ്ടുവന്ന് വെച്ച കോഫി അവള് തന്നെ എടുത്ത് കുടിച്ചിട്ടേ ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സോറി ബോസ് എന്ന് പറയാണ്. ആക്ച്വലി എനിക്കും ഒരു ചാൻസ് കൂടി താ ബോസ്, ആ കേസിൽ ഞാനും ജോയിൻ ചെയ്യാം. അതിനു വേണ്ടിയുള്ള ഐഡിയാസ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി നിങ്ങൾ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാതെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറയുവാണ്. പെട്ടെന്ന് അവൻ നന്നായിട്ടുണ്ടെന്ന് പറയും. എന്താ പറഞ്ഞത്? അല്ല, ഞാൻ ഈ ഐഡിയയെ കുറിച്ചാണ് പറഞ്ഞത്. നീയും ആ കേസിൽ ജോയിൻ ചെയ്തോ എന്ന് പറഞ്ഞതും ഇവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്റെ ഉള്ളിൽ അപ്പൊ കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങുവാണ്. ശരി ശരി, ഭൂമിന് കാലില് പരുക്ക് പറ്റിയിരിക്കുകയാണ്, അവന് പകരം നീ വേണം എല്ലാം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഭൂവിന് പകരം വർക്കിന് ഹീറോയിനെയാണ് വിടുന്നത്. പക്ഷെ നല്ല മഴയാണ്, ടാക്സി പോലും കിട്ടുന്നില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവളും ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങുവാണ്. ദെൻ അവളുടെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രിയായിട്ടാണ് തിരികെ വരുന്നത്. വന്ന് നോക്കിയാല് കറന്റും ഇല്ല, വെള്ളവും ഇല്ല. അപ്പോഴാണ് ഹീറോയും തിരികെ പോകാനായിട്ട് നിൽക്കുന്നത്. സാർ, സർക്യൂട്ട് പ്രോബ്ലം വല്ലതോ ആയിരിക്കും, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാൽ എന്താന്ന് ചോദിച്ചാല് അതൊക്കെ നീ സെക്യൂരിറ്റിയോട് പോയി പറയാനായിട്ട് പറയുവാണ്. സാർ പ്ലീസ് പ്ലീസ്, വെള്ളം പോലും വരുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട് താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാലും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകും. പക്ഷെ കാറിനടുത്ത് എത്തിയതും അവന് മനസ്സ് വരുന്നില്ല. അവൻ തിരികെ വന്നിട്ട് ശരി, നിനക്ക് വേണമെങ്കിൽ എന്റെ പ്ലേസിൽ വന്ന് ഫ്രഷപ്പ് ആയിക്കോ എന്ന് പറയുവാണ്. കേട്ടതും ആകെ ഇവള് മിഴിച്ചു നിന്ന് പോകുന്നുണ്ട്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് അവൻ തിരികെ പോകാനായിട്ട് തുടങ്ങിയതും ഇല്ല, എനിക്കറിയാം എംപ്ലോയീസിന്റെ മേലെ ബോസിന് വളരെ കെയർ ആണെന്ന്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നുണ്ട്. കട്ട് ചെയ്താല് ഹീറോയിനും ഫ്രഷപ്പ് ആയി ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് അലോ ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കി നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് പോകാനായിട്ട് നോക്കുവാണ്. ചുറ്റും നോക്കിയാല് ഇവിടെ പോയ പോലെ തന്നെയാണ് വീട് ഇപ്പോഴും ഉള്ളത്. അവരിതുവരെ കഴിക്കാൻ പോലും ഒന്നും കുക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. ശരി, എനിക്ക് അവർ ചെയ്ത ഹെൽപ്പിന് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ, അതുകൊണ്ട് അവർക്കും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവള് ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് വെട്ടാനായിട്ട് തുടങ്ങുവാണ്. പക്ഷെ ഇവൾ ഉണ്ടാക്കുന്ന എല്ലാ സൗണ്ടും കേട്ടുകൊണ്ടാണ് ഹീറോ കിടക്കുന്നത്. പിന്നെയും സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങിയതും അവൻ ടെൻഷൻ ആകുന്നുണ്ട്. പക്ഷെ ഇവൾ എപ്പോഴത്തെ പോലെ കുക്ക് ചെയ്യുമ്പോൾ പാട്ട് പാടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയതും ഇവനെ അറിയാതെ അവൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ കണ്ണ് തുറന്നതും ഞാൻ എങ്ങനെയാണ് ഉറങ്ങിയതെന്ന് അവന് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട്. എഴുന്നേറ്റ് വന്ന് നോക്കിയാല് ഹീറോയിൻ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ടതും ഇവന് ടെൻഷനായി. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാതെ എഴുന്നേക്ക് യു എന്ന് പറഞ്ഞ് ഒച്ച കേട്ടതും അവള് ചാടി എഴുന്നേറ്റ് സോറി ബോസ്, ഇവിടെ കിടന്ന് ഉറങ്ങണം എന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല. ബോസിനോട് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു, പക്ഷെ വിളിക്കാൻ വന്നപ്പോ നിങ്ങൾ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു, അതാ എന്ന് പറഞ്ഞതും ഇവൻ ടെൻഷനായി. എന്ത്, നീ അപ്പൊ എന്റെ റൂമിലേക്ക് കയറി വന്നു എന്ന് ചോദിക്കുവാണ്. ഇല്ലില്ല ബോസ്, അതെങ്ങനെ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ റൂമിലേക്ക് കയറി ചെല്ലും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയി, സോറി എന്ന് പറഞ്ഞതും ശരി അതൊക്കെ നിൽക്കട്ടെ, ആദ്യം ഇതെന്താന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്തതാണെന്ന് അവൾ പറയും. ശരി, ഓക്കെ താങ്ക്സ്, പക്ഷെ ടൈമായി, നീ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോയെന്ന് പറഞ്ഞാല് നിങ്ങളും ഓഫീസിലേക്കല്ലേ ഇപ്പൊ പോകുന്നേ, ആ വഴി എന്നെയും ഡ്രോപ്പ് ചെയ്യാമോ പ്ലീസ് എന്ന് കെഞ്ചിയാലും ഞാൻ എന്താ ഇവിടെ ചാരിറ്റി ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനൊന്നും പറ്റില്ലെന്ന് അവൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. ശരി, എന്നാ ഞാൻ പൊക്കോളാം ബോസ്, ബൈ എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. ഇപ്പൊ ഇവള് കാരണമാണ് അവൻ ഉറങ്ങിയതെന്ന് മനസ്സിലായ അവനും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ ആദ്യം പാട്ട് പാടിയത് കേട്ടാണ് ഇവൻ ഉറങ്ങിയത്. ഇത്തവണയും പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങിപ്പോയത്. ഇതറിഞ്ഞ് ഇവനും ഷോക്ക് ആകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഹീറോയ്ക്ക് ഇത് സമ്മതിച്ചു കൊടുക്കാനേ പറ്റുന്നില്ല.
ഏയ് തീർച്ചയായിട്ടും ഇവള് കാരണം ആയിരിക്കില്ല നമ്മൾ ഉറങ്ങിയത്, അതിന് ചാൻസേ ഇല്ലെന്ന് അവൻ അവനോട് തന്നെ പറയുവാണ്. ദെൻ ഇപ്പൊ ഓഫീസിലേക്ക് വന്നാല് ആ കേസ് ഒഫീഷ്യലായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിനെ അലോ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നീയും ഞങ്ങളിൽ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇവര് 3 പേരും ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഹീറോയിനെ കൂടി ചേർത്തിട്ട് ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അവിടെ നിന്ന് കട്ട് ചെയ്താല് പിന്നെയും നൈറ്റ് ആണ് കാണിക്കുന്നത്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഉറക്കം വരാതെ കണ്ണ് മെഴിച്ച് കിടക്കുന്നുണ്ട്. ഹീറോ എന്താ വിചാരിച്ചത്, ഇന്നലെ മഴ പെയ്തത് കൊണ്ടാണ് ആ സൗണ്ട് കേട്ടിട്ടാണ് അവൻ ഉറങ്ങിപ്പോയതെന്ന്. പക്ഷെ ഇന്നും ആ സൗണ്ട് ഉണ്ട്, പക്ഷെ അവനെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവനെ എഴുന്നേറ്റ് വന്നിട്ട് ശരി അവള് വെറുതെ തട്ടിക്കൂട്ടി സൗണ്ട് ഉണ്ടാക്കി, അതായിരിക്കും ഉറക്കം വന്നതെന്ന് വിചാരിച്ചിട്ട് കത്തിയെടുത്ത് വെട്ടി വെട്ടി നോക്കുന്നുണ്ട്. പിന്നെ അവള് പാത്രം എടുത്ത് എങ്ങനെയാണോ സൗണ്ട് ഉണ്ടാക്കിയത് അതേപോലെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. മടുത്ത് പോയി വന്നിരുന്നവൻ ഉടനെ ഫോൺ എടുത്ത് എനിക്കൊരു ഹൗസ് കീപ്പിംഗ് ലേഡിയെ വേണമെന്ന് പറഞ്ഞ് ഹൗസ് കീപ്പിംഗ് കമ്പനിക്ക് കോൾ ചെയ്ത് പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഹൗസ് കീപ്പിംഗ് ലേഡി വന്ന് അവരുടെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിൻ ചെയ്ത പോലെ ശബ്ദമുണ്ടാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഹീറോ അവിടെ കിടന്ന് ആന്റി ശബ്ദമുണ്ടാക്കി ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. ഇവരും അത് കേട്ട് ശബ്ദമുണ്ടാക്കി കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ആന്റി ഒന്നുകൂടെ ശബ്ദത്തിലെന്ന് പറഞ്ഞതും കുറെ ആയതും ആന്റിക്ക് ടെൻഷനായി. നടി രാത്രി വിളിച്ചതും പോരെ സൗണ്ട് ഉണ്ടാക്കെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്നു. പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആന്റിയും പിണങ്ങി പോകുന്നുണ്ട്. സോ ഇപ്പൊ വേറെ വഴിയില്ലാതെ ഹീറോയും സ്ലീപ്പിംഗ് പില്ല് കഴിച്ചിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. അപ്പോ ഹീറോയിൻ പറഞ്ഞതാണ് അവന് ഓർമ്മ വരുന്നത്. ജസ്റ്റ് കണ്ണു മൂടി ഉറങ്ങാനായിട്ട് ശ്രമിക്കെന്ന് പറഞ്ഞല്ലോ, അത് ഓർത്തിട്ട് അവൻ ഉറങ്ങാനായിട്ട് ട്രൈ ചെയ്യുമ്പോ ഓഫീസിൽ വളരെ തണുപ്പാണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് കാലത്ത് അവള് വീട്ടിൽ നിന്ന് പോകുമ്പോ അവള് ഒരുപാട് തുമ്മിയിട്ടാണ് പോയത്. അതൊക്കെ ആലോചിക്കുമ്പോ ഇവന് ചെറുതായിട്ട് ഗിൽട്ടി ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. സോ ഉടനെ തന്നെ പാതിരാത്രിയാണെന്ന് പോലും നോക്കാതെ മരുന്നുമെടുത്ത് കമ്പനിയിലേക്ക് വന്നാല് അവൾ ഉറങ്ങിയിട്ടേ ഇല്ല, അവൾ ഇരുന്ന് വർക്ക് ചെയ്യുമായിരിക്കും. ഇവനെ കണ്ടതും അവള് സാർ നിങ്ങളും ഇന്ന് ഓവർ ടൈം ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചാല് അതെ ശരി ഇതാ ഈ മരുന്ന് കഴിക്ക്, നിന്റെ അസുഖം ഈ കമ്പനിയിലുള്ളവർക്ക് കൂടി സ്പ്രെഡ് ചെയ്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ക്യാബിനിലേക്ക് പോയിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ട് ഇവളും ബോസ് ഇത്ര തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ഓടി വന്ന് ബോസ് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചാല് എനിക്കൊന്നും വേണ്ട, ഒന്ന് പോകാമോ എന്ന് പറഞ്ഞ് അവൾ ഓടിച്ചു വിടും. ഇവളും ശരി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ജോളിയായിട്ട് പാട്ട് പാടിയിട്ടൊക്കെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഇത് കേൾക്കുന്ന ഇവനെ ലൈറ്റ് ആയിട്ട് കോട്ട് വായിക്ക വന്നിട്ട് ഉറക്കം വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. സോഫയിലേക്ക് വന്ന് കിടന്നാല് ഇവനെ അറിയാതെ ഇവൻ തന്നെ ഉറങ്ങി പോകുന്നുണ്ട്. ഇവരും നൂഡിൽസ് ഒക്കെ കുക്ക് ചെയ്തിട്ട് ഇപ്പൊ ബോസിനെ വന്ന് നോക്കിയാല് അവൻ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. നെക്സ്റ്റ് ഇപ്പൊ കട്ട് ചെയ്താല് രാവിലെ ഹീറോ ഉറങ്ങുന്നത് തങ്ലിയും യൂഫയും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോയിൻ വന്ന് എത്തി നോക്കിയിട്ട് നൈറ്റ് ഫുള്ളും ജോലി ചെയ്താല് നിങ്ങളായാലും ഇങ്ങനെ കിടന്നുറങ്ങില്ലേ, എന്താ ഇത്ര നോക്കാനുള്ള എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവർ ഇത് റെയർ ആയിട്ടുള്ള കാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് അത് ഫോണില് ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് വൂജിൻ വന്ന് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ട് വന്ന് നോക്കുന്നത്. നോക്ക് ബോസ് നോക്ക് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചാല് ഡാ പോയി പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചു വിടുന്നുണ്ട്. ഹീറോ നല്ല പോലെ ഉറങ്ങണമെന്നാണല്ലോ ഇവന്റെ ആഗ്രഹം. സോ ഡിസ്റ്റർബ് ചെയ്യാതെ ഡോർ ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് വരുവാണ്. എന്നിട്ട് നമ്മുടെ ഓഫീസിലേക്ക് പുതിയതായിട്ട് 3 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, സോ വെൽക്കം പാർട്ടി വെക്കുന്നുണ്ട്. ഫാമിലി ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് നേരെ അവൻ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് യു നിനക്ക് സിസ്റ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഇവളും ഓക്കെ പറയുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് ഇവിടെ ഹീറോ വാഷ്റൂമില് കണ്ണാടി നോക്കി അവനോട് തന്നെ അപ്പോ യുകാരനാണോ ഞാൻ ഉറങ്ങുന്നേ, അവളാണോ എന്നെ ഉറക്കുന്നതെന്ന് ഹീറോയ്ക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എങ്ങനെ ഇത് സംഭവിക്കുന്നതെന്ന് പുലമ്പിക്കൊണ്ടേ നിൽക്കുമ്പോ വൂജിൻ വന്ന് ബ്രോ ആരാടാ നിന്നെ ഇങ്ങനെ ക്യൂറി ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നിന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകും. ഇപ്പോ തിരികെ ഓഫീസിലേക്ക് വന്ന് നോക്കിയാല് ഹീറോയിനെ കാണുന്നില്ല. ഹേയ് ഹീറോയിൻ എവിടെ പോയി എന്ന് ചോദിച്ചാല് അവളെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോയതായിരിക്കുമടാ, എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ അവളെ ടോർച്ചർ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നോക്കിയാല് വൂജിൻ പറഞ്ഞ പോലെ തന്നെ അവള് ഫുഡ് കഴിച്ചോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഹീറോയുടെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, വേഗം ഓഫീസിലേക്ക് വരണം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമുണ്ടെന്ന് പറഞ്ഞ്. നമ്മുടെ ഹീറോയിന് ഫുഡ് വിട്ടുകൊടുത്തിട്ട് ഒരു പണിക്കും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ ഹീറോയിന്റെ കൂടെ പഠിച്ചൊരു പയ്യനാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് യു എന്ന് ചോദിച്ചിട്ട് അവൾ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോ നമ്മുടെ ഹീറോയിനും ഞാൻ ലോയർ ആണെന്ന് പറഞ്ഞാല് ഇവനെന്തോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നാ തോന്നുന്നത്. സോ നീ ഒരു ലോയർ ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, പുറത്തു വരാമെന്ന് നീ അഡ്വൈസ് തരാമോ എന്ന് ചോദിച്ചാല് സോറി എനിക്കതിനെ കുറിച്ച് അറിയില്ല, പക്ഷേ അതിനെക്കുറിച്ച് അറിയുന്ന ലോയേഴ്സിനെ പോയി നീ മീറ്റ് ചെയ്താല് അവര് ഡീറ്റെയിൽസ് ആയിട്ട് പറയുമെന്ന് പറഞ്ഞാല് യു ആക്ച്വലി നീ എന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നോട് ചോദിച്ചത്, പക്ഷെ നീ ലോയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് തരാതെ ഇങ്ങനെ ഒന്നും ചെയ്തു തരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതും അയ്യോ അങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഹീറോയിൻ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടേക്ക് വരുവാണ്. അവൾക്ക് അതിനെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞു.
പക്ഷെ നീ അവളെ ഫോഴ്സ് ചെയ്ത് അവളുടെ അടുത്ത് നിന്ന് അഡ്വൈസ് വാങ്ങാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതും ഇത് നോക്ക്, ഞാൻ എന്റെ ക്ലാസ്മേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾ ആരാണ് ഇതിനിടയിലേക്ക് വന്ന് സംസാരിക്കാൻ എന്ന് ചോദിക്കുവാണ്. ഞാൻ അവളുടെ ബോസ് ആണ്. അവളുടെ ടൈം എന്ന് പറയുന്നത് എന്റെയും ടൈമാണ്. സോ നിങ്ങളെ പോലെ ഒരാളുടെ അടുത്ത് ആ ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് എങ്ങനെ അലോ ചെയ്യാൻ കഴിയും, അതും ഫ്രീ ആയിട്ട്? വേണമെങ്കിൽ കമ്പനിയിലേക്ക് വാ, നിനക്ക് ഓഫർ ഇട്ടിട്ട് പ്രോബ്ലം സോൾവ് ആക്കി തരാമെന്ന് പറഞ്ഞതും ശരി എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഓടുവാണ്. ഇവൻ ചിരിച്ചുകൊണ്ട് ഇപ്പോ ഹീറോയിന്റെ മുമ്പിൽ വന്നിരുന്നതും അവള് ഷോക്കായി നോക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൻ ചോദിച്ചാല്, ബോസ് അവൻ എനിക്ക് മുൻപ് നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരുന്നവനാണ്, നിങ്ങൾ അവനോട് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു, അതെനിക്കും കഷ്ടമായെന്ന് പറഞ്ഞാല് നല്ലൊരു ഫ്രണ്ട് നിന്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ശ്രമിക്കില്ല. ഒരു ഫ്രണ്ട് ആയിരുന്നിട്ട് നീ ഏത് ജോബാണ് ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയില്ല. അങ്ങനെയുള്ളവൻ ഫ്രണ്ടേ അല്ലെന്ന് പറയും. പിന്നെ ഒരു ലോയർ ആയിരുന്നാല് നമ്മുടെ ഓരോ മിനിറ്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലോയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര വർഷം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്, ലോയർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. സോ നീ ഓരോ നിമിഷവും നോക്കി യൂസ് ചെയ്യണം, വേസ്റ്റ് ചെയ്യാനേ പാടില്ലെന്ന് ഒരു വലിയ മോട്ടിവേഷൻ തന്നെ കൊടുക്കുവാണ്. അപ്പോ നമുക്കെന്നാ പൊളൈറ്റ് ആയിട്ട് നോ പറയാമല്ലേ എന്ന് ചോദിച്ചാല് അങ്ങനെയല്ല, നമുക്കൊരു ലോയർ ആണെന്ന വില അവർ തന്നില്ലെങ്കിൽ ഫേസ് ടു ഫേസ് നോക്കി റിജക്ട് ചെയ്യാമെന്ന് പറയാണ്. ഇവളും കേട്ടിട്ട് തലയാട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ വന്നത്. നിനക്ക് വേണമെങ്കിൽ എന്റെ അസിസ്റ്റന്റ് ആകാം. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് വെറും അസിസ്റ്റന്റ് അല്ല, പേഴ്സണൽ ലൈഫ് അസിസ്റ്റന്റ്. ഉദാഹരണത്തിന് എന്റെ വീട്ടിലെ ഷവർ കേടായി, അത് നീ വന്ന് ശരിയാക്കി തരണം. എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നീ ചെയ്യണമെന്ന് പറയുവാണ്. ഇവളിത് കേട്ട്, പക്ഷെ ബോസ് ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഒരു ലോയർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇവനിത് കേട്ട് ടെൻഷൻ ആകും. ശരി നീ വേഗം ഫുഡ് കഴിച്ചിട്ട് ഓഫീസിലേക്ക് വാ, ലേറ്റ് ആയാല് പെനാൽറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇവളും ക്ലൂലെസ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ മറ്റൊരു എപ്പിസോഡുമായിട്ട് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.